ഹായ്, കൊഞ്ചും മാങ്ങയും മുരിങ്ങയ്ക്കയൊക്കെ വെച്ചിട്ടുള്ള നല്ല നാടൻ രീതിയിലുള്ള തേങ്ങ അരച്ചൊരു കറിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ കൊഞ്ചെടുത്തിട്ടുണ്ട്. ഒരു പച്ചമാങ്ങയും ഒരു തക്കാളിയും 4 പച്ചമുളകും 2 മുരിങ്ങക്കായും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം വൃത്തിയാക്കി വയ്ക്കുക. ഇനി മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് അരമുറി തേങ്ങ തിരുകിയതും ഒരു 5-6 ചെറിയ ഉള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇനി ഒരു ചട്ടിയിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചും ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയും തക്കാളിയും മുരിങ്ങക്കായും പച്ചമുളകും എല്ലാം ഇട്ട് ഒരു തണ്ട് കറിവേപ്പിലയും ഒരല്പം ഉപ്പൂടെ ഇട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് അതൊന്ന് അടച്ച് വെച്ച് തിളപ്പിക്കുക. നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് ഇളക്കി നന്നായിട്ട് തിളപ്പിക്കുക. തിള വന്നതിന് ശേഷം കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കറി ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് താളിച്ച് കറിയിലേക്ക് ചേർക്കാം. അതിനായിട്ടൊരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക. അതിലേക്കൊരിത്തിരി കടുകും ഒരിത്തിരി ഉലുവയും പൊട്ടിച്ചെടുക്കുക. ഒരു 2-3 കുഞ്ഞുള്ളി അരിഞ്ഞതും ഒരു 2 വറ്റൽമുളക് കട്ട് ചെയ്തതും ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. മൂത്ത് വരുമ്പോൾ ഇത് നമുക്ക് നമ്മുടെ കൊഞ്ച് കറിയിലേക്ക് ചേർക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ രീതിയിലുള്ള കൊഞ്ച് കറി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.